അപ്പൊ ഈ ബ്രഷിംഗ് ടെക്നിക്ക് നല്ലതായിരിക്കണം എന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാ? നമ്മള് ബ്രഷിങ് ചെയ്യുമ്പോൾ നമ്മള് ലോകത്തെ എല്ലാ കാര്യത്തെ പറ്റി ആലോചിക്കാണ്ടിരിക്കുക ആദ്യം. അയ്യോ അത് നടക്കില്ല. അവിടെ ബ്രഷ് ചെയ്യുമ്പോഴും ബാത്റൂമിൽ ഇരിക്കുമ്പോഴാണ് എല്ലാവരും ബ്രഷ് ചെയ്യുമ്പോൾ വേറെ ഒന്നും ആലോചിക്കാൻ നിൽക്കരുത്. ബ്രഷ് ചെയ്യുമ്പോൾ ഞാൻ ഏത് പല്ലുമെന്ന് തുടങ്ങിയത്, ഏത് സർഫസ് ഒക്കെ ചെയ്തു, ഇങ്ങനെ ആലോചിച്ച് മുകളിലേക്കും താഴേക്കാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ പിന്നെ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഈ അറ്റത്തെ പല്ല് എത്താനായിട്ടേ വായ അടച്ചു പിടിച്ച് ചെയ്യണം, അല്ലെങ്കിൽ കയറൂല. വായ തുറന്നു കഴിഞ്ഞാൽ ഈ മസിലൊക്കെ വലിച്ചു പിടിക്കാം. വായ അടച്ചു പിടിച്ചിട്ട് നമ്മളെങ്ങനെ പല്ലിന്റെ വായ അടച്ചിട്ട് ബ്രഷ് ഇങ്ങനെ കവിളിൻ്റെ അകത്തല്ല ഇടുന്നത്. അല്ല, ബ്രഷ് ഉള്ളിൽ ഇട്ടിട്ട് വായ അടയ്ക്കണം. ഓക്കെ. അപ്പൊ കവിളിങ്ങനെ നീങ്ങി കിട്ടും. അപ്പോഴേ ഏറ്റവും അറ്റത്ത് എത്തുള്ളൂ. വാ തുറന്നാൽ ഇവിടെ വരെ എത്തുള്ളൂ. അങ്ങനെയാണ് ഏറ്റവും അറ്റത്തെ പല്ല്. ഫുഡ് അവിടെ ഇരിക്കും, അങ്ങനെ കേടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബ്രഷ് ചെയ്യണത് ഇങ്ങനെ ചെയ്യുക. ഈ അറ്റത്ത് അകത്ത് ചെയ്യാനും പഠിക്കണം, മുകളിലത്തെ താഴത്തൊക്കെ ചെയ്യാൻ പഠിക്കണം. അതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് ഈ സർക്കുലർ മോഷനും ചെയ്യാം. കുറച്ച് ചെരിച്ച് പിടിച്ചിട്ട് പതുക്കെ മോണയിലേക്കും കൂടെ വേണമെങ്കിൽ അവസാനം ചെയ്താൽ മോണയുടെ അവിടെ ക്ലീൻ ആവും. കൂടുതൽ ഇഞ്ചറി ചെയ്തത്. പിന്നെ ഫ്ലോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വലിക്കരുത്, മുകളിലേക്കും താഴേക്കും അതും ചെയ്യാവും. കാരണം ഗം ഇഞ്ചുറി ഇങ്ങനെ ആക്കരുത് അല്ലേ, ചെന്നിട്ട് മുകളിലേക്ക് താഴത്തേക്ക് അങ്ങനെ ചെയ്യാവൂ. അപ്പൊ എത്ര നേരം പല്ല് തേക്കണം ടിപ്പിക്കലി? 3 മിനിറ്റ് മാക്സിമം. അല്ലാണ്ട് ജീവിതം ഇങ്ങനെ കടിച്ചു പിടിച്ച് അവിടെ നടക്കണവരൊക്കെ വെറുതെ സമയം നമ്മള് പിന്നെ വർത്താനം പറയാ അതൊന്നും ചെയ്യരുത്. ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യണം.